സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം. പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ. സഫ ജ്വല്ലറി, പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം. 916 സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ കളക്ഷനുകൾ ഒരുക്കി അലിസൺ ഗോൾഡ് സൂക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അലിസൺ ഗോൾഡ് സൂക്ക്, AM മാർക്കറ്റ്, മണലിമൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. വെള്ളിയാഴ്ചത്തെ ജുമാ നമസ്കാരത്തിന് ശേഷം പള്ളിക്ക് അകത്തുവെച്ച് ലഹരിക്കെതിരെ ബോധവൽക്കരണം സംഘടിപ്പിച്ച് പോരൂർ പാലക്കോട് ഇസ്സത്തുൽ ഇസ്ലാം സംഘം ജുമാ മസ്ജിദ് മഹൽ കമ്മിറ്റി. കാളികാവ് റേഞ്ച് സിവിൽ എക്സൈസ് ഓഫീസർ KV വിപിനാണ് പള്ളിക്കകത്തുവെച്ച് ലഹരിക്കെതിരെ ബോധവൽക്കരണവും തുടർന്ന് പുറത്തുവെച്ച് പ്രാർത്ഥനയ്ക്കെത്തിയ മുഴുവൻ വിശ്വാസികളെയും കൊണ്ട് പ്രതിജ്ഞയും എടുപ്പിച്ചത്. മയക്കുമരുന്ന്, മദ്യം, പുകയില, പാൻ മസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബാംഗങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹ്യ വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അത് ഉപയോഗിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ല എന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് എന്റേതായ കടമ നിറവേറ്റുമെന്നും ലഹരിമുക്ത സമൂഹത്തിനായി പ്രയത്നിക്കുമെന്നും ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. ജുമാ നമസ്കാരം കഴിഞ്ഞ ഉടനെയാണ് KV വിപിൻ പള്ളിയിലേക്ക് എത്തിയത്. തുടർന്ന് പള്ളിക്കകത്ത് വെച്ചാണ് 15 മിനിറ്റോളം സമയമെടുത്ത് ബോധവൽക്കരണം നടത്തിയത്. ഇങ്ങനെ കേസുകളിൽ പെടുന്ന ചികിത്സയ്ക്ക് വരുന്ന നല്ലൊരു ശതമാനം കുട്ടികളും നല്ല ദാരിദ്ര്യം അനുഭവിച്ചിട്ടാണ് വരുന്നത്. എന്ത് ദാരിദ്ര്യമാണെന്ന് മനസ്സിലായി. കാരണം അവർക്ക് കിട്ടുന്ന കാര്യങ്ങൾ ഭൗതിക തലത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ്. മാനസിക തലത്തിൽ വേണ്ടത്ര കാര്യങ്ങൾ കിട്ടുന്നില്ല, ധാർമ്മിക തലത്തിൽ വേണ്ടത്ര കാര്യങ്ങൾ കിട്ടുന്നില്ല. വായന പോലുള്ള പല കാര്യങ്ങളും കുട്ടികൾ മറന്നു കഴിഞ്ഞു. പകരം അവർക്ക് കിട്ടുന്ന എന്താണ്? അവരെ തെറ്റുകളിലേക്ക് നയിക്കുന്ന ഡിജിറ്റൽ അഡിക്ഷൻ സംബന്ധിച്ച മോശം വശം. മൊബൈൽ ഫോണിലൊക്കെ നല്ല വശങ്ങളും കാര്യങ്ങളുണ്ട്, പക്ഷെ ബഹുഭൂരിപക്ഷം കുട്ടികൾ എന്താണ്? മോശമായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ്. അപ്പൊ പറഞ്ഞു വരുന്നത്, കുട്ടികൾക്ക് ഭൗതികമായിട്ടുള്ള മേഖലകളിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. അത് മാത്രം മതിയോ? പോരാ. മാനസിക തലത്തിലുള്ള കാര്യങ്ങൾ അതെന്തൊക്കെയാണെന്ന് ലോകം ചിന്തിക്കുന്നത്. സ്നേഹം, ശ്രദ്ധ, പ്രോത്സാഹന, പരിഗണന, അംഗീകാരം തുടങ്ങിയ നിരവധി കാര്യങ്ങൾ നമ്മളിപ്പോ മറന്നു പോകും. ഇതിനുശേഷമാണ് പള്ളിക്ക് പുറത്തു വെച്ച് വിശ്വാസികളെ അണിനിരത്തി ലഹരിക്കെതിരെ പ്രതിജ്ഞ എടുപ്പിച്ചത്. പാലക്കോട് ഇസ്സത്തുൽ ഇസ്ലാം സംഘം ജുമാഅത്ത് പള്ളി ലഹരി വിരുദ്ധ ക്യാമ്പയിനുമായി മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്, നമ്മുടെ ചെറിയ യുവാക്കൾ മുതൽ പ്രത്യേകിച്ച് സ്ത്രീകൾ ഉൾപ്പെടെ, അതല്ലെങ്കിൽ പെൺകുട്ടികൾ ഉൾപ്പെടെ വലിയ ഒരു മാഫിയയുടെ കീഴിൽ അകപ്പെട്ടിട്ട് പോകുന്നു എന്ന ഒരു ദുഃഖസങ്കടം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പാലക്കോട് പള്ളി കമ്മിറ്റി ഇതുപോലെ ഒരു ഉദ്യോഗസ്ഥനെ കൊടുന്ന്, അതും എക്സൈസ് റേഞ്ചിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് നമ്മുടെ ഈ നാട്ടിലുള്ള യുവാക്കൾക്കും അതുപോലെ തന്നെ രക്ഷിതാക്കൾക്കും വേണ്ടി ഇതുപോലെ ഒരു ബോധവൽക്കരണ ക്ലാസ് ലഹരിക്കെതിരെ നടത്താൻ തീരുമാനിച്ചത്. പക്ഷെ ഇതുകൊണ്ടൊന്നും നമ്മുടെ നാട് വിമുക്തമല്ലെങ്കിലും ഇതുപോലെയുള്ള ക്ലാസ്സുകളും ആ ക്ലാസ്സിനനുസരിച്ച് രക്ഷിതാക്കളും കൂടെ നിൽക്കുമ്പോഴാണ് നമ്മുടെ നാടിനും സമൂഹത്തിനും ഗുണം ചെയ്യുക എന്ന ഒരു മെസ്സേജ് കൂടിയാണ് കമ്മിറ്റി ഇതുപോലെ നല്ല ഒരു പരിപാടിയുമായി മുന്നോട്ട് പോകുന്നത്. ഗൗരവത്തോടെ ഓർക്കേണ്ട വിഷയം ഇളം തലമുറ അഥവാ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ വരെ ഇതിൻ്റെ പ്രബോധകരും ഉപഭോക്താക്കളുമായി മാറിക്കൊണ്ടിരിക്കുന്ന പല സാഹചര്യങ്ങളും നാം വായിക്കാനും കാണാനും ഇടവന്നു. ഈ വിഷയം ഇങ്ങനെ തുടർന്നു പോകുമ്പോൾ ഭാവിയിൽ വലിയൊരു അപകടമാണെന്ന് മനസ്സിലാക്കി പാലക്കോട് മഹല്ല് ജമാഅത്ത് കമ്മിറ്റി ഇങ്ങനെ ഞാനുമായി കൂടിയാലോചിക്കുകയും പെരുന്നാളിൻ്റെ അന്ന് മുന്നേ ചെയ്യണമെന്ന് ധാരണ ഉണ്ടായിരുന്നു. അത് പല കാരണങ്ങളാൽ മാറിപ്പോകേണ്ടി വന്നു.
അപ്പോൾ പെരുന്നാൾ കഴിഞ്ഞ ആദ്യ വെള്ളിയാഴ്ച തന്നെ പള്ളിയിൽ വെച്ചുകൊണ്ട് ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ടുവന്ന് ഉത്ബോധനം നൽകി ജനങ്ങളൊന്ന് ബോധവൽക്കരിക്കുക, അതിനൊരു പ്രതിജ്ഞ എടുക്കുക എന്നൊരു തീരുമാനത്തെത്തുകയായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് പള്ളിയിൽ ഒത്തുകൂടിയിട്ടുള്ളത്. നാടിനെ ലഹരിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മഹൽ കമ്മിറ്റി ഇത്തരത്തിൽ ഒരു ബോധവൽക്കരണം നടത്തിയത്. മഹൽ ഖാസി മുഹമ്മദ് ഷെരീഫ് ഫൈസി, മഹൽ കമ്മിറ്റി പ്രസിഡന്റ് വി അബ്ദുൽ കരീം, സെക്രട്ടറി പി അയ്യൂബ് ഖാൻ, ട്രഷറർ ടി പി മുഹമ്മദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പോരൂർ. കല്യാണം, സൽക്കാരങ്ങൾ, മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ, പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്, കണ്ടൂർ. പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി.